ചുരുക്കി പറയണം, 1.5 മിനിറ്റ്. സർക്കാർ ഇനി ചെയ്യേണ്ടത് എന്ത്, എവിടെയാണ് വീഴ്ച? ചുരുക്കി പറയണം. നേരത്തെ മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ലിസ്റ്റ് ബി ലിസ്റ്റ് എന്നല്ല, ആ 26/11 സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ കൃത്യമായി പറയുന്നത് 1ാം ഘട്ട പുനരധിവാസം, 2ാം ഘട്ട പുനരധിവാസം, അത് രണ്ടും 2 ഘട്ടമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കരട് പട്ടിക റദ്ദാക്കിക്കൊണ്ട് സർവകക്ഷി തയ്യാറാക്കിയിട്ടുള്ള ആ ലിസ്റ്റ് അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗുകാരനായ ബാബുവാണ്. ഈ ബാബുവിന്റെ വാർഡിലാണ് ദുരന്തം ഉണ്ടായത്. ഇന്ന് വരെ ബാബുവിന് സ്വന്തമായിട്ട് ഇത്ര പേരെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ കാണിച്ചോ? നിങ്ങൾ എത്രയോ ചർച്ചക്കൊന്നല്ലോ, എത്ര ചർച്ചക്കൊന്നല്ലേ ബാബുവിനോട് ചോദിച്ചോ? നിങ്ങൾ എത്രയോ ആളുകൾ ബാബു എല്ലാ മീറ്റിംഗിലുണ്ട്, എല്ലാ മീറ്റിംഗിലും ബാബു ഉണ്ട്. ഇന്ന് വരെ ഒരു മീറ്റിംഗിലും ബാബു ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല, ബാബു നിങ്ങളോട് പറഞ്ഞോ? ബാക്കി എല്ലാം പോട്ടെ, ബാബു ഏതെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞോ? എന്നോട് ചോദിച്ചില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എവിടെ ലിസ്റ്റ് കൊടുത്തു ബാബു? കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് സർവകക്ഷി യോഗം നടത്താൻ സർക്കാരിന് മടി? സർവകക്ഷി യോഗത്തിന് ഇതിനു മുമ്പ് ചീഫ് സെക്രട്ടറി അടക്കം യോഗം നടന്നല്ലോ. ആ യോഗത്തിലൊക്കെ എന്തുകൊണ്ട് ബാബു പറഞ്ഞില്ല? അത് പറയട്ടെ. നേരത്തെ 2019 ഇതേ സ്ഥലത്ത് ദുരന്തം ഉണ്ടായപ്പോൾ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സാഹചര്യത്തിന് എല്ലാവരും കണ്ടതാണ്. നിങ്ങളടക്കം കണ്ടിട്ടുണ്ടാവല്ലോ. ഒന്ന് ഇത്തവണത്തെ ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ പ്രസിഡന്റ് കണ്ടോ? ഇതുവരെ സ്വന്തം ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയമില്ല എന്ന് പറയാ. രാഷ്ട്രീയമില്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ആശങ്ക കമ്മിറ്റിക്കാർ പറഞ്ഞു സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവര് സർക്കാരിനെ ഈ വിശ്വാസത്തിലെടുത്തുകൊണ്ട് 5 മാസം ആവുന്നത്? ഈ 5 മാസം അല്ലാതെ 1 വർഷം 2 വർഷം അല്ല, 5 മാസം ആകുമ്പോഴേക്ക് ഒപ്പരം നിന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാതെ അനാവശ്യ വിവാദം ഉണ്ടാക്കിയാണ് അവരുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച മറച്ചു വെക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. ഇവിടെ വളരെ കൃത്യമായി ബാബു ഈ എല്ലാ വിഷയങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട എന്താ, പഞ്ചായത്ത് ഭരണസമിതിയും അവിടുത്തെ സർവകക്ഷിയും തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റ് അംഗീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അവിടുത്തെ ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും പറഞ്ഞ അഭിപ്രായമാണ്. രണ്ടാമത് പറയട്ടെ അവിടെ എല്ലാവരും ജനകീയമായി തയ്യാറാക്കിയിട്ടുള്ള വയനാട്ടിലുണ്ട് ഈ പറഞ്ഞ ഇവിടെ ചോദിക്കാനുള്ളത് അല്ല, ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടും കാണാത്ത കളിക്കുന്നതായിരിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവര് പറയുന്നത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റാണ് മുഴുവൻ കാര്യങ്ങൾ ചെയ്ത്. എന്തുകൊണ്ട് ജില്ലാ കലക്ടർ എന്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല? ഓഫർ ചെയ്ത ആളുകളുടെ സന്നദ്ധ സംഘങ്ങളുടെ യോഗം എന്തുകൊണ്ട് വിളിച്ചു ചേർത്തില്ല? അത് പഞ്ചായത്താണ് വിളിച്ചു ചേർക്കേണ്ടത്. ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവാദിത്തം എന്തുകൊണ്ട് അത് ചെയ്തില്ല? പുനരധിവാസത്തിലെ ഭൂമി ഏറ്റെടുക്കൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വയനാട് മെഡിക്കൽ കോളേജിന് ഭൂമി ഏറ്റെടുക്കുന്നത് പോലെ ആവരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.